ഒരു സലീം മാഷ് എന്നൊരാളെ தெரியுமா? அந்த டான்ஸ் മാഷ്. പലരോടും ചോദിച്ചും പലയിടത്തും അന്വേഷിച്ചും സലിം മാസ്റ്റർ തേടി സുദീർഘമായൊരു യാത്രയായിരുന്നു ഞങ്ങളുടേത്. സലീം മാഷ് എന്നൊരു டான்ஸ் മാഷ് தெரியுமா? அந்த பக்கமா? ആരാണ് ഈ സലിം മാസ്റ്റർ? ബോളിവുഡിലും ഹോളിവുഡിലും ഒരു കാലത്ത് ലക്ഷങ്ങളുടെ വിലയുണ്ടായിരുന്ന നൃത്ത സംവിധായകൻ. ദേവാനന്ദും രാജേഷ് ഖന്നയും MGRും ശിവാജി ഗണേശനും ഉൾപ്പെടെയുള്ള താരരാജാക്കന്മാർ കാത്തിരുന്നിട്ടുണ്ട് ഈ കൊറിയോഗ്രാഫറെ. ഇന്ന് സിനിമയുടെ ചുറ്റുവട്ടത്തൊന്നും സലിം മാസ്റ്ററെ കാണാനില്ല. എവിടേക്കാണ് ഈ മനുഷ്യൻ അപ്രത്യക്ഷനായത്? ചെന്നൈ നഗരമൊട്ടാകെ അലഞ്ഞ അന്വേഷണം ഒടുവിൽ ഈ ഇടുങ്ങിയ തെരുവിലാണ് അവസാനിച്ചത്. ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനാണിത്. സൂപ്പർ സ്റ്റാർ പരിവേഷമുണ്ടായിരുന്ന ഈ നൃത്ത സംവിധായകൻ ഇന്ന് അനാഥനാണ്. തലചായ്ക്കാൻ സ്വന്തമായി ഒരിടമില്ലാതെ ഇദ്ദേഹം ഇവിടെയാണെന്ന കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു. വിഴുപ്പുമണക്കുന്ന ഈ കോണിച്ചുവടാണ് ഈ മനുഷ്യന്റെ താവളം. എനിക്ക് 18 വയസ്സപ്പോൾ ഡാൻസ് മാസ്റ്റർ ജില്ലയാണ്. ഗോപികൃഷ്ണ മാസ്റ്റർ പഠിച്ചു. ഫസ്റ്റ് ഗുരു എ കെ ചോപ്ര, പഞ്ചാബി. അത് മുതൽ ഗുരു. അത് അപ്പുറം ഗോപികൃഷ്ണ മാസ്റ്റർ. ഗോപികൃഷ്ണൻ അറിയോ? ജനത്തിന് പാരേജ് ഹീറോ, അവരെ പഠിച്ചു ബോംബെയിൽ. அதுக்கப்புறம் கலாமண்டலம் மாதவன் கதைகளில் படிச்சு. தென்னஜபாணி பிள்ளை பரதநாட்டியம் படிச்சு. ஏவியன் ஸ்டுடியோ. കണ്ണൂരിലെ താഴെച്ചൊവ്വ എന്ന സ്ഥലത്തു നിന്നും ചെന്നൈയിലേക്ക് വണ്ടി കയറുമ്പോൾ സലിം എന്ന 18കാരന്റെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. കഥകളിയും നൃത്തവും അഭ്യസിച്ച പയ്യന് സിനിമയിൽ കൊറിയോഗ്രാഫർ ആകാനായിരുന്നു ആഗ്രഹം. പ്രശസ്ത നൃത്ത സംവിധായകരായ AK ചോപ്രയുടെയും ഗോപികൃഷ്ണന്റെയും അസിസ്റ്റന്റാകാൻ ഭാഗ്യമുണ്ടായി. സിനിമയ്ക്ക് സ്വന്തമായി നൃത്തമൊരുക്കാൻ സലീമിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നതുമില്ല. സലിം അങ്ങനെ സലിം മാസ്റ്ററായി. ഹിന്ദി, തമിഴ് സിനിമകളിലൂടെ അതിദ്രുതമായിരുന്നു വളർച്ച. ഇന്ത്യൻ സിനിമാ ലോകം ഈ നൃത്ത സംവിധായകനു വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിലേക്കായി പിന്നീട് കാര്യങ്ങൾ. താരപ്രഭയുള്ള അഭിനേതാക്കളുടെ കോൾഷീറ്റിനേക്കാളും വിലയുണ്ടായിരുന്നു സലിം മാസ്റ്ററുടെ കോൾഷീറ്റിന്. അക്കാലത്തെ ഒട്ടെല്ലാ സിനിമാക്കാരും തങ്ങളുടെ സിനിമയിൽ സലിം മാസ്റ്റർ തന്നെ നൃത്തം ഒരുക്കണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നു. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക്, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് തിരക്കുപിടിച്ച ഓട്ടമായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ എത്രയോ താരങ്ങളെ സൂപ്പർ താരങ്ങളാക്കി ഉയർത്തിയത് ഈ മനുഷ്യനാണ്. ഹേമമാലിനിയും ജയപ്രദയും ജയലളിതയും ശ്രീദേവിയും ഉൾപ്പെടെ സലിം മാസ്റ്ററുടെ നൃത്തച്ചുവടുകൾക്കൊപ്പിച്ച് നൃത്തം വച്ച് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കയറി വന്ന താരസുന്ദരികൾ ഒട്ടനവധിയാണ്. നൃത്ത സംവിധായകർക്ക് തുച്ഛമായ പ്രതിഫലം മാത്രമുണ്ടായിരുന്നപ്പോഴാണ് സലിം മാസ്റ്റർ ഒരു സിനിമയ്ക്ക് ₹1,00,000 വാങ്ങിയിരുന്നത്. അതായിരുന്നു അക്കാലത്ത് ഇദ്ദേഹത്തിന്റെ നിലയും വിലയും. ഗാനചിത്രീകരണത്തിന് പുതിയ ഭാവവും തലവും ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ആളാണ് സലിം മാസ്റ്റർ. സിനിമയിൽ നിലനിന്നിരുന്ന ക്ലാസിക്കൽ നൃത്തത്തെ കൂടുതൽ സിനിമാറ്റിക്കാക്കാൻ പാശ്ചാത്യ നൃത്തച്ചുവടുകളും കൂടി ഉപയോഗപ്പെടുത്തിയത് ഈ നൃത്ത സംവിധായകനാണ്. സലിം മാസ്റ്ററുടെ ചുവട് പിടിച്ചാണ് പുതിയ തലമുറ ഈ രംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയത്. ആഗ്രഹമുണ്ടായിരുന്നിട്ടും മാതൃഭാഷയിൽ ഏറെ സിനിമകൾക്ക് പിന്നിൽ നിലയുറപ്പിക്കാൻ
അക്കാലത്തെ തിരക്കുകൊണ്ട് സലിം മാസ്റ്റർക്ക് സാധിച്ചില്ല. ഒരുപാട് വട്ടം ഇവിടേക്ക് വരാനായില്ലെങ്കിലും നാടിന്റെ താളം എന്നും നെഞ്ചോടടുക്കി നടന്ന ആളാണ് ഈ കലാകാരൻ. അക്കരെയായി പോയെങ്കിലും ഇദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും ഇക്കരെ തന്നെയായിരുന്നു. ஜெயலலிதா காவல்காரன், 1001, படிச்சக்கல்லன், ரிஷக்காரன், அன்பேவா, அப்புறம் கனிமொழி, இது நிறைய படம். ஒரு 32 படம் எம்ஜிஆர். இப்போ 17 படம் என்டிஆர். എംജിആർക്ക് 32 പടം. തിരക്കുകളിൽ ഓടി നടക്കുന്ന കാലത്ത് പിൽക്കാല ജീവിതം ഇങ്ങനെയായി തീരുമെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മനുഷ്യനു മുന്നിൽ എത്രയോ സിനിമാക്കാർ ഇന്നും കടക്കാരാണ്. ഈ അവസ്ഥ കേട്ടിട്ടും അറിഞ്ഞിട്ടും സഹായിക്കാൻ മനസ്സ് വയ്ക്കാത്തവരാണ് കൂടെയുണ്ടായിരുന്നവരിൽ പലരും. ഇതിനൊരു അപവാദമാണ് രജനീകാന്ത്. മാസം തോറും 3000 രൂപയുടെ ചെറിയ സഹായം രജനീകാന്ത് നൽകുന്നുണ്ട്. തെരുവിലെ ഒരു യാചകന് തുല്യമാണ് ഇന്ന് ഈ മനുഷ്യന്റെ ജീവിതം. ഭാര്യയോ മക്കളോ സഹായത്തിനില്ല. ആശ്രയവും സഹായവുമായി ഉള്ളത് പഴയ ഒരു സിനിമാ സൗഹൃദം മാത്രമാണ്. മുസ്തഫ എന്ന സ്റ്റണ്ട് മാസ്റ്റർ ഇദ്ദേഹത്തിന് തണലായി നിൽക്കുന്നു. அவர் 93 வரைக்கும் ரொம்ப ஒரு 3வது மாதம் வரைக்கும் நல்லா இருந்தார். 93 3வது மாதம் வரைக்கும். அதுக்கப்புறம் தான் ப்ராப்ளங்கள் ஸ்டார்ட் ஆச்சு. ஸ்டார்டிங் ஆனது வந்து 1987 ஒரு ஆளை வாடகைக்கு வச்சார், வீடு கட்டிட்டு, அசோகன் சொல்லி. அவர் 87லேருந்து வாடகை கொடுக்கல. வந்துட்டு நான் பேங்கில் போட்டு மொத்தமாக தரேன் மாஸ்டர் அப்படி പറഞ്ഞു. இவர் அது பணம் அவசியம் இல்லை. அப்போ அந்த போயிட்டு வந்துட்டு இருக்கும்போது வெள்ளம் அடிக்கிறது உண்டு. அதை நோக்கிட்டு அவங்க திட்டம் போட்டாச்சு. எப்படியாவது இவர் தொப்பி போடணும், நம்ம வந்து அபகரிக்கணும் இடத்த அப்படின்னு சொல்லிட்டு தரேன்னு சொல்லிட்டு ஒரு பையனுக்கு பர்த்டேக்கு ஒரு 18 லட்சம் செலவு பண்ணிச்சு. அப்போ 2,90,000 கொடுத்த மாதிரி ஒரு இது பண்ணிட்டாரு. எங்கள் ஒய்ஃபு இவர் இல்லாத நேரத்தில் 2000-3000 வாங்கும்போது 2 லட்சம் 3 லட்சம் சொல்லி போர்ஜரி பண்ணிட்டாங்க. வீட்டில் இருக்கிறாலே வந்து நான் உங்களுக்கு கொடுத்த மாதிரி நீங்கள் அவருக்கு கொடுத்த மாதிரி பட்டா போட்டுக்கிட்டாங்க, பத்திரம் எழுதிட்டாங்க. பத்திரம்னானே பணம் கொடுக்கல. அவங்க வந்து எழுதிட்டு இவர் செத்த உடனே பங்கு போட்டுக்கலாம்.